നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന KSRTCയുടെ ഇൻഫർമേഷൻ കൗണ്ടർ അടച്ചുപൂട്ടി. ഇതോടെ KSRTC ബസ്സുകളുടെ യാത്രാസമയം അറിയുവാൻ എത്തിയവർ വലഞ്ഞു. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടക്കമുള്ള യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനായി കോതമംഗലം നഗരത്തിൽ യാത്രക്കാർ ഏറ്റവും കൂടുതൽ എത്തുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ്. KSRTC ബസ്സുകളുടെ യാത്രാ സമയം അറിയുന്നതിന് യാത്രക്കാർ ആശ്രയിച്ചിരുന്ന ഇൻഫർമേഷൻ കൗണ്ടറാണ് കോതമംഗലം ഡിപ്പോയിലെ അധികാരികൾ ഒരു ബദൽ സംവിധാനവും ഒരുക്കാതെ അടച്ചുപൂട്ടിയത്. ഡിപ്പോയിലെ ജീവനക്കാരിൽ രോഗബാധിതരായുള്ളവരും മറ്റു ജോലികളിൽ നിയമിച്ചാൽ കൃത്യനിർവഹണത്തിന് കഴിയാത്ത സാഹചര്യമുള്ളവരെയുമാണ് മുനിസിപ്പൽ സ്റ്റാൻഡിലെ KSRTC കൗണ്ടറിൽ നിയമിച്ചിരുന്നത്. 2 ജീവനക്കാർ കൗണ്ടറിൽ സേവനം അനുഷ്ഠിച്ചു വന്നിരുന്നു. വകുപ്പ് തലത്തിലെ ഉന്നത അധികാരികളുടെ ഉത്തരവ് ലഭിക്കാതെ കൗണ്ടറുകൾ നിർത്തലാക്കിയതോടെ KSRTC യാത്രക്കാർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ KSRTCയുടെ കൗണ്ടറുകൾ പുനരാരംഭിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു. കോതമംഗലം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KSRTCയുടെ ഇൻഫർമേഷൻ കൗണ്ടർ ഒരു മുന്നറിയിപ്പുമില്ലാതെ KSRTC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അടച്ചു പൂട്ടിയത് ഏറെ പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇൻഫർമേഷൻ കൗണ്ടർ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ സമയത്ത് കുട്ടമ്പുഴയടങ്ങുന്ന ട്രൈബൽ ഏരിയയിലേക്ക് പോകുന്ന യാത്രക്കാരടക്കം നിരവധിയായ യാത്രക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, പ്രായം ചെന്ന ആളുകൾ, ഇത്തരം ആളുകളെല്ലാം ആശ്രയിച്ചു കൊണ്ടിരുന്ന ഇൻഫർമേഷൻ കൗണ്ടർ ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചു പൂട്ടിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോതമംഗലത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മീഡിയ 60 കോതമംഗലം.